നമസ്കാരം. ആയൂർ ടു ഓയൂർ ന്യൂസിൻ്റെ സേവ് വെള്ളിഞ്ചൽ ചിറ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ന് ഞങ്ങളോട് പ്രതികരിക്കുന്നത് ഈ ചിറയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന, ഇവിടെ തന്നെ ജനിച്ചു വളർന്ന PC ദേവസ്യ എന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ചിറ നന്നാക്കി പൂർവ്വസ്ഥിതിയിൽ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ ആക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എനിക്ക് ഞാൻ നീന്തി കുളിച്ച് അതിനകത്താണ് നീന്താൻ പഠിച്ചത്. നിങ്ങളുടെ പേരെന്താണ് കറക്റ്റ്? എൻ്റെ പേര് PC ദേവസ്യ. ദേവസ്യ. നിങ്ങൾ എത്ര കാലമായി ഇവിടെ വന്നിട്ട്? ഞാൻ ഈ മണ്ണി ജനിച്ചു വളർന്നതാണ്. അപ്പോൾ PC ദേവസ്യ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് നമ്മളുടെ വെള്ളിഞ്ചൽ ചിറയെ കുറിച്ച് ചരിത്രം കൂടുതലായിട്ട് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഇവിടെ ജനിച്ചു വളർന്ന ആള് എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പേര് പറയാൻ കാരണം ഈഞ്ച എന്ന് പറഞ്ഞാൽ വെള്ള നിറത്തിലുള്ള ഈഞ്ചയുണ്ട്, കറുപ്പുണ്ട്, നീലയുണ്ട്, മഞ്ഞയുണ്ട്, പല കളറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ വെള്ളിഞ്ചൽ ചിറ എന്നുള്ള പേര്. ഉടുപ്പിലൊക്കെ കയറി പിടിച്ചാണ്ടല്ലേ അവൻ പിടിച്ചാൽ നിർത്തും. വെള്ളിഞ്ചൽ ചിറ എന്നുള്ള പേര് വന്നത് അതുകൊണ്ടാണ്. പണ്ട് നിങ്ങൾ എത്ര കാലം കൊണ്ട് ഈ വെള്ളിഞ്ചൽ ചിറ കാണുന്നുണ്ട്? ഞാൻ 65 വർഷം കൊണ്ട് കാണുന്നു. 65 വർഷം കാണുന്നുണ്ട്. ഈ 65 വർഷത്തിന് മുമ്പ് വെള്ളിഞ്ചിറയുടെ അവസ്ഥ എന്തായിരുന്നു? നിലമായിരുന്നു. നിലമായിട്ട് കിടക്കാം. പിന്നെ എന്നാണ് ഈ കുളം അവിടെ ഉണ്ടാക്കിയെന്ന് അറിയാം? ദാനം ചെയ്തതാണ്, പഞ്ചായത്തിന് കൊടുത്ത്. എന്നിട്ട് അവിടെ കുളം ഉണ്ടാക്കി. അപ്പൊ ഈ ഏകദേശം എത്ര വർഷമായിക്കാണോ കുളം ഉണ്ടായിട്ട്? ഒരു 50 വർഷത്തിനകത്തായി. 50 വർഷമായി. കോവാലം കണ്ടറേക്ക് എന്ന് പറയുന്ന ഒരാളാണ് പഞ്ചായത്തിന്റെ കുളം കെട്ടിയത്. ചോദിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ചിറ ഉണ്ടാക്കിയത്? വേണ്ടിയിട്ട് മനുഷ്യന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട്, കൃഷിക്കും ചെടികളുണ്ട്, ഏലായ കൃഷി ചെയ്യാൻ അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. ഇത് ഇവിടുന്ന് ഈ വെള്ളം തിരിച്ചുവിടാൻ വേണ്ടി പ്രത്യേക മാർഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അടിയിൽ കൂടെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അടഞ്ഞു കിടക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താ പറഞ്ഞ ഞാൻ ചോദിച്ചോട്ടെ, നീ ഇതിപ്പോ ഇവിടെ ചാനലിൽ കൊടുത്താലും ഇവിടുത്തെ സർക്കാർ, ഇവിടുത്തെ ഗവൺമെന്റ് ജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? അവര് കാശുണ്ടാക്കാൻ ചെയ്യും. അല്ല, ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ അവർക്ക് മുട്ടടിക്കാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള. അല്ല, ഞാനൊന്നും ചോദിക്കട്ടെ, ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യൂല എന്നുള്ള നിലയിലാണ് അപ്പൊ നിങ്ങൾ സംസാരിക്കുന്നത്. സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല, അവർക്ക് മുട്ടടി. ഞാൻ ചോദിച്ചോട്ടെ എന്നോട്, ഇന്ന് കഴിഞ്ഞ മാസത്തിലെ വാർത്ത 60 ജില്ലയാണ് പൊതുമേഖലാ സാധനങ്ങൾ കടത്തിൽ മുങ്ങുന്നു. നിന്റെ എന്റെയും ചെറുമക്കടെ കൊച്ചുങ്ങൾ ആ കടം തീർക്കണ്ടേ? ആ രാജ്യത്താണ് നീ ഞാൻ ജീവിക്കുന്നത്. എന്നോട് പറയാതെ വേറെ ആളെടുത്ത് കിട്ടണം. ഈ സൈഡൊക്കെ കെട്ടിയിട്ട് എത്ര കൊല്ലമായി? നമ്മുടെ ഈ സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിലൊക്കെ കെട്ടിയത് അതല്ല, അതിനു മുമ്പ് ഈ മറ്റ് സൈഡുകളിലൊക്കെ മുമ്പ് കെട്ടിയിട്ട് ആദ്യം കോവാലം കണ്ടറൊക്കെ പഠിച്ചപ്പോ അത് ഇടിഞ്ഞിറങ്ങി. അത് കഴിഞ്ഞ് പഞ്ചായത്ത് ചെയ്തു, അത് ഇടിഞ്ഞിറങ്ങി 6-7 ലക്ഷം കിട്ടി. അത് കഴിഞ്ഞ് ഇപ്പൊ അത് വിലത്തിരിക്കുന്ന യാക്കോ കോൺക്രീറ്റ് ചെയ്ത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ കൂടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ആ സൈഡ് ഇടിയുന്നില്ല. നേരത്തെ അവിടെ ഇടിഞ്ഞു കിടക്കുകയാണ്. ഏകദേശം ഈ ചിറ എത്ര സെന്റ് വസ്തു കാണും? അപ്പൊ ഈ സെന്റ്, പഴയ സെന്റ് നീ കൊണ്ടുവരുമോ? അല്ല, അതുകൊണ്ടല്ല, എത്ര സെന്റ് കാണുമായിരുന്നു അന്നത്തെ കാലത്ത്? എനിക്കറിയത്തില്ല. കുളത്തിന്റെ വക ഒരു 8 സെന്റ് ഇവിടുത്തെ ഒരു എമ്പി പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഭൂമിയോടെ കിടപ്പുണ്ട്. 8 സെന്റ് പതിപ്പിച്ച് ഇത് കുളത്തിന്റെ പുറമ്പോക്കായിട്ട് കിടന്ന ഭാഗമാണ് പതിപ്പിച്ചെടുത്തത്. കുളത്തിന്റെ നീ ഇത് അറിയണമെങ്കിൽ ഇളമാട് പഞ്ചായത്തിൽ ചെന്ന് വില്ലേജ് ഓഫീസോട് ചോദിച്ചാൽ പ്ലാൻ തരും. എന്നോട് ചോദിച്ചാൽ എങ്ങനെ അറിയും? അല്ല, ഏകദേശം നിങ്ങൾക്കൊക്കെ പഴയ ആൾക്കാരെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാം, പതിപ്പിച്ചെടുത്ത കഥയൊക്കെ അറിയാം. ഓക്കെ. അപ്പം ഇപ്പം നിലവിലുള്ള ആ ചിറ ഏകദേശം ഒരു 10-15 സെന്റെങ്കിലും കാണും. പിന്നെ കാണുമല്ലോ, കാണും. അപ്പം ഏകദേശം ഒരു 10-30 സെന്റോളം വസ്തു അവിടെ പണ്ടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. പഴയ നിലം. അത് കഴിഞ്ഞിട്ട് ബാർഡർ പുറമ്പോക്ക് കിടന്നാണ് കുളത്തിന് റിക്കാർഡിലുള്ള സ്ഥലമായി പതിപ്പിച്ചെടുത്തത്. ഓ, ബാർഡറായിട്ട് കിടന്ന സ്ഥലമാണ്. അതായത് പണ്ട് വനഭൂമിയിൽപ്പെട്ട സ്ഥലമാണ്. റവന്യൂ ഭൂമിയാണ്. ജണ്ട ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. ആണോ? ഇവിടെ മാത്രമല്ല, ഡാൻസാർ ഇരിക്കുന്ന നമ്മളിങ്ങോട്ട് മൊത്തം ഉണ്ടായിരുന്നു. സർക്കാർ ഇത് യഥാർത്ഥത്തിൽ ഏകദേശം 10-30 സെന്റോളം വസ്തു ഉണ്ടായിരുന്നു ഈ ചിറ നിന്ന സ്ഥലം. പാമ്പിള്ളയുടെ ഇരിക്കല്ലേ, പിന്നെ ഇവിടെ പിടിച്ചോണ്ടിരിക്കല്ലേ ഇന്ത്യയിലെ വസ്തുക്കൾ. അല്പം തമാശ രൂപേണയാണെങ്കിലും നമുക്കൊരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിൽ നിന്നും ഈ ചിറയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവിടെ ജനിച്ചു വളർന്ന ആൾ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അവിടെ എത്ര സ്ഥലമുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ആ ചിറ ഉണ്ടായിരുന്നു, ആ ചിറയോട് അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ എത്ര സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു ഉള്ള കൃത്യമായ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹവും പറയുന്നത് ഈ ചിറ നന്നാക്കി ഇവിടെ ഉപയോഗപ്രദമായ ഒരു ചിറയാക്കി ഈ ചിറയെ മാറ്റണം എന്ന അഭിപ്രായക്കാരനാണ് അദ്ദേഹവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും പ്രതികരിക്കുമ്പോഴൊക്കെ പറയുന്ന ഈ ചിറ, ഈ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ ചിറയെ നന്നാക്കിയെടുക്കണം എന്ന് തന്നെയാണ്. ഇനിയും പുതിയ പുതിയ പ്രതികരണങ്ങളുമായി സേവ് വെള്ളിഞ്ചൽ ചിറയുടെ ഭാഗമായി വീണ്ടും ഞങ്ങൾ എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.